ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 64 സങ്കീർത്തനം എൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങളെ വായിക്കാം. എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികളെല്ലാവരും പുകഴും. ഏറ്റവും മനോഹരമായ വചനഭാഗം. എന്നാൽ ദൈവം അവരെയും. നാവുകൊണ്ട് ദോഷം പറഞ്ഞ് ഒരു ദൈവവചനതയെ എങ്ങനെ തകർക്കാം നോക്കിക്കൊണ്ട് ദോഷം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അതൊക്കെ ദൈവമക്കളെ മുൻപുള്ള ആ വചനഭാഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇവിടെ ദാവീദ് രാജാവ് പറയാണ്, ദാവീദിനെതിരായി ഒരുപാട് ദോഷങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ വചനഭാഗങ്ങളിലേക്ക് കേൾക്കുന്നത്. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് നെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായി അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്നവരെ ഏത് കളയും ചെയ്യുന്നു എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാനിടയാകും. അപ്പോൾ സ്വന്തമായി അവർക്ക് വിരോധമായിരിക്കുകയാണ്. അറിഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് രസിച്ച് പോകുമ്പോഴും ഈ സകല ദോഷങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും ആ സ്വന്തം നാവ് അവർക്ക് വിരോധമായി വരുന്നൊരു ദിവസമുണ്ടെന്ന് അവരറിയുന്നില്ല. ദാവീദ് രാജാവോട് പറയുന്നുണ്ട്, അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാൻ ഇടയാകും. സ്വന്തം നാവ് കൊണ്ട് ദോഷം പറഞ്ഞ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ ദാവീദ് രാജാവിന് ഒന്നും സംഭവിച്ചില്ല. ദൈവമക്കളെ, ദാവീദ് രാജാവ് ദൈവകൃപയിൽ തന്നെ നിന്നു. വാഗ്ദത്തം ചെയ്ത് ദൈവം വിശ്വസ്തനായി നിന്നുകൊണ്ട് ദാവീദിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദിനെതിരായി ദോഷം പറഞ്ഞുകൊണ്ട് നാവുകളോ അവരെ കാണുന്നവരൊക്കെ തല കുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കുന്നവർ ഒക്കെ കണ്ടിട്ട് ദൈവത്തിൻ്റെ മഹത്വം അങ്ങ് പ്രസ്താവിക്കണ്ടേ. സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവൻ്റെ പ്രവൃത്തി അവർ ചിന്തിക്കണമല്ലോ. ദൈവപ്രവൃത്തി എത്ര വലുതാ, അത് ചിന്തിക്കണമല്ലോ. നീതിമാനെ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയപരമാർത്ഥികളെല്ലാവരും പുകഴും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. എത്ര സത്യ ദൈവമക്കളെ. 1000 പേരുടെ നിന്ദകൾ കേട്ടാൽ തീരുന്നതാണോ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയും കൃപാവരങ്ങളും? ഈ ലോകം തരുന്ന നിന്ദ കേട്ടില്ല എങ്കിൽ നിന്നയെ ജയിച്ചവനെ നേടിയെടുക്കാൻ നമുക്ക് പറ്റുമോ? ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയം നമ്മൾ പ്രാപിക്കണ്ടേ? ദൈവമക്കളെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിന്ന കേട്ടുകൊണ്ട് തളർന്നു പോകാതെ പതറാതെ. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവമക്കളെ, ആരെങ്കിലും നമ്മളെ മാനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ല, ദൈവം നമ്മളെ മാനിച്ചതുകൊണ്ട് മാത്രമാണ്. യേശു കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അത്ര ഓർത്താൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ശത്രുക്കളെന്തും പറയട്ടെ, അവരെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. അവരെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ വിളിച്ചു വേർതിരിച്ച കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. സ്തോത്രം. എത്ര നിന്ന് കേട്ടാലും തകരുന്നതല്ല കർത്താവ് തന്ന കൃപയും കൃപാവരങ്ങളും. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ ആരാധിക്കുന്ന മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ശുശ്രൂഷയിലെ എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾ ചെയ്യുന്ന ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണേ. ആർക്കൊരാപത്തോ അനർത്ഥങ്ങളൊന്നും വന്നു ഭവിക്കാതെ എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണമേ. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ദാവീദ് രാജാവിൻ്റെ വിശ്വാസം എത്രയോ വലുതായിരുന്നപ്പാ. ഗ്ലോറി, സ്തോത്രം. ശത്രുക്കളെ ചുറ്റിനും കർത്താവെ നിന്ദിക്കുമ്പോഴും പഴിക്കുമ്പോഴും ദുഷിക്കുമ്പോഴും അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന
അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗ്യവാനായി തീരുവാൻ ദൈവം സഹായിച്ചില്ലപ്പാ. എൻ്റെ കർത്താവെ, ഏഴകളെ പൊടിയോളം താഴ്ത്തുന്നു. വിശ്വാസ ജീവിതത്തിൽ നിറവ് പ്രാപിപ്പാൻ ഇടയാക്കണേ. കുറവുകൾ ഇറക്കി വയ്ക്കുവാൻ ഇടയാക്കണമേ. യേശുവേ, ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ വയ്ക്കുക കർത്താവേ. ശത്രുക്കൾ നിമിത്തം പുറത്തോട്ട് നിറങ്ങാൻ പോലും പറ്റാതെ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പോലും പറ്റാതെ വണ്ണം കർത്താവേ, നാവ് കൊണ്ട് അസ്ത്രമേയുന്ന എല്ലാ ശത്രുക്കളുടെയും നടുവിൽ നിന്നുകൊണ്ട് തളർന്നു പോയ മക്കളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ആത്മാവിൽ ബലപ്പെടുത്തണമേ. ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും വീണു പോകാതെ താങ്ങായി തണലായി കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാ അഭിഷക്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭാഭേദമെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. അവിടുത്തെ നാമം മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷക്കാർക്കും ഇരട്ടി പങ്ക് കൃപ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്നെ നോക്കാതെ നിന്നെ ജയിച്ചവനെ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.